ഒരാൾ വിഷം കഴിച്ചാല് അത് കഴിക്കുന്ന ആള് മാത്രമേ മരിക്കത്തുള്ളൂ. എന്നാൽ ഒരാളുടെ ചെവിയിൽ വിഷം എത്തിയാലോ അത് കുറെ ബന്ധങ്ങളെ കൊല്ലും. മുറിഞ്ഞ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക എത്ര പ്രയാസമാണ്. ചില സമയത്ത് തോന്നാറില്ലേ, ചില വാക്കുകളൊക്കെ ദേഷ്യത്തിന്റെ പുറത്തൊക്കെ പറഞ്ഞു കഴിയുമ്പോ അയ്യോ പറയണ്ടായിരുന്നു, വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ? പക്ഷെ നമ്മൾ പറഞ്ഞ ആ വാക്ക് മൂലം മുറിപ്പെട്ട എത്രയോ ഹൃദയങ്ങളാണ്, നമ്മുടെ സംസാരം മൂലം താഴ്ത്തപ്പെട്ട എത്രയോ വ്യക്തികളാണുള്ളത്. ചിന്തിച്ചു നോക്കുക. വചനം പറയുകയാണ്, നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത്. ഈ വാക്കുകൾക്ക് വലിയ ശക്തിയാണുള്ളത്. അത് കൊണ്ടാൽ മുറിയും, മുറിവിനെ വെച്ച് കെട്ടാനും പറ്റും. നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ തളർത്താനും പറ്റും, ഒരാളെ പടുത്തുയർത്താനും പറ്റും. നമ്മുടെ സംസാരം ഹൃദ്യമായിരിക്കട്ടെ. നമ്മുടെ അഭിഷേകവും കൃപയും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു മേഖലയാണ് ഈ നാവ് എന്ന് പറയുന്നത്. വചനം പറയുന്നു, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് ഈ അധരം സംസാരിക്കുന്നു എന്നുള്ളത്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വാ തുറന്നാൽ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരിക എന്നുള്ളത്. നമ്മുടെ ഉള്ളിന്, നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കിയാല്, ഹൃദയത്തിൽ നന്മ നിറഞ്ഞാല് നമ്മുടെ സംസാരത്തിലും മറ്റുള്ളവരെ വളർത്തുന്ന വാക്കുകളായിരിക്കും, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന നന്മയുടെ വാക്കുകളായിരിക്കും. നല്ല സംസാരം ഉണ്ടാകട്ടെ. നന്നായിട്ട് സംസാരിക്കാനായിട്ട് പരിശ്രമിക്കാം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന നല്ല വാക്കുകൾ നമുക്ക് സംസാരിക്കാം, ശീലമാക്കാം. വാക്കുകളെ സൂക്ഷിക്കുക. ഈശോ പറയാണ്, നീ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത്.